മഴത്തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി അലീന വരുമ്പോൾ ഷാജി അങ്ങോട്ട് വരികയാണ്. ഷാജി ചോദിക്കുകയാണ്, കുട്ടി എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഇവിടെ ഉള്ളവരുടെ ആ മാനസികാവസ്ഥ കുട്ടിക്ക് മനസ്സിലാക്കാമെന്നല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതും ആ വീട്ടിൽ നിന്നാണ് ഒരാൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെറുതെ ഇരിക്കുമോ? എന്തുദ്ദേശം ഇങ്ങോട്ട് വന്നതെന്ന് ഷാജി ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഷാജി ഏട്ടാ. അരമണിക്കൂർ മുമ്പ് മരണത്തെ മുഖാമുഖം കണ്ടെയാണ് ഞാൻ മരിച്ചു പോകുമെന്ന് തന്നെ തീർച്ചയാക്കിയതാണ്. ഞാനാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയാണ്. ഷാജിയേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ അവരെല്ലാവരും കൂടെ എന്നെ കുത്തിപ്പറിച്ചേനെ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കരയുകയാണ്. അപ്പോൾ ഷാജി ചോദിക്കുകയാണ്, പിന്നെ എന്തിനാ ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുകയാണ്. ഇപ്പം വല്ല ആവശ്യം ഉണ്ടായിരുന്നോ വരണ്ടേന്ന് ചോദിക്കുകയാണ്. എനിക്ക് ശരണ്യെ ഒന്ന് കാണണം, ശരണ്യെ കണ്ട് സംസാരിക്കാൻ. എന്ത് സംസാരിക്കാനെന്ന് ഷാജി ചോദിക്കുകയാണ്. അല്ല, ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ ആരും കാണത്തില്ല, അപ്പം എനിക്ക് ആ കുട്ടിയെ കണ്ടെന്ന് സംസാരിക്കണം എന്ന് പറയാണ്. ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ അതിൻ്റെ അച്ഛനും അമ്മയും ബാക്കി എല്ലാവരും ഉണ്ട് എന്ന് ഷാജി പറയാണ്. അലീന ഇങ്ങോട്ട് വന്നിട്ട് വേണം ആശ്വസിപ്പിക്കാൻ എന്ന് ചോദിക്കുകയാണ്. എന്നാലും എനിക്ക് അതിനെ പഴയ പോലെ കൊണ്ടുവരാൻ പറ്റും, അതെൻ്റെ ഒരു വിശ്വാസമാണെന്ന് അലീന പറയാണ്. ഷാജിയേട്ടന് എന്നെ ഒന്ന് അവിടം വരെ എത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഷാജി പറയാണ്, ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല. അലീനയ്ക്ക് തലയിൽ കൂടെ മണ്ണെണ്ണ ഒഴിച്ച് ആ ചെറുക്കനെ കണ്ടായിരുന്നു, അത് ശരണ്യയുടെ സഹോദരനാണ്. ആകപ്പാടെ കൈവിട്ട അവസ്ഥയിലാണ് അവരൊക്കെ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ നടക്കുകയാണ്. അതാണ് അലീന കുറച്ച് മുമ്പേ കണ്ടേ എന്ന് പറയുകയാണ്. അപ്പം അലീന പറയാണ്, അവരുടെയൊക്കെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഷാജിയേട്ടന് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ശരണ്യയുടെ വീട്ടിലെത്തിക്കാൻ പറ്റുമോ? എനിക്ക് ശരണ്യയെ കണ്ടേ പറ്റത്തുമെന്ന് പറയാണ്. അപ്പോൾ ഷാജി പറയാണ്, ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷാജി പോയി ശരണ്യയുടെ അച്ഛനും അമ്മയും കണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം എന്തിനാ ആ കുട്ടി ഇങ്ങോട്ട് വരുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇവിടെ വന്ന് കണ്ടിട്ട് എന്ത് കാര്യം സഹായിക്കാനാ? ഒന്ന് കണ്ടോട്ടെ ചേച്ചി, കണ്ടിട്ട് ആ കുട്ടി ഉടനെ പൊക്കോളും. ആ വീട്ടിലെ വേലക്കാരിയാണ്, ആ കുട്ടി എന്ത് തെറ്റ് ചെയ്ത് എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഷാജി ആണെങ്കിൽ അവരോട് സംസാരിക്കുകയാണ്. അവസാനം അവർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അലീന ആ വീട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ ഉടനെ അച്ഛനും അമ്മയ്ക്ക് നല്ല ദേഷ്യമുണ്ട്. എന്നാലും അമ്മ ചോദിക്കുകയാണ്, നീ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് എന്ത് സാധിക്കാനാ, പ്രത്യേകിച്ച് എന്ത് സാധിക്കാനാണെന്ന് പറയാണ്. അപ്പം ഞാനിത് കണ്ടോട്ടെ ചേച്ചി, ഞാൻ കണ്ടിട്ട് ഉടനെ പൊക്കോളാം, എനിക്ക് അവളെ ആശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് പറയാണ്. അപ്പോഴത്തേക്കൊരു അമ്മ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. എൻ്റെ കുഞ്ഞൊന്നും കഴിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല, അവളെ എങ്ങനെ ആശ്വസിപ്പിക്കാനാ, ബാ എന്നും പറഞ്ഞുകൊണ്ട് അലീനയും വിളിച്ച് അമ്മ അകത്തേക്ക് പോവാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ അലീന നോക്കുമ്പോൾ തന്നെ ചുരുണ്ടുകൂടി കിടക്കുകയാണ് ശരണ്യ. ഇരുട്ടത്ത് വെട്ടമൊന്നും ഇടാതെ ഇരുട്ടത്ത് ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അത് കാണുമ്പം തന്നെ അലീനയുടെ മനസ്സാകെ തകർന്നു പോകുന്നുണ്ട്. അപ്പം അമ്മയാണെങ്കിൽ ശരണ്യയുടെ അമ്മ ഭയങ്കര കരച്ചിൽ. ഇതാണ് എൻ്റെ മോളുടെ അവസ്ഥ, ആ 4 പേരും കൂടെ എൻ്റെ മോളുടെ ജീവിതം തകർത്തില്ലേ. എത്ര സന്തോഷമായിട്ട് തുള്ളിച്ചാടി നടന്ന എൻ്റെ മോളാണ്, അവളുടെ അവസ്ഥ കണ്ടില്ലയോ? ഒന്ന് മിണ്ടിയോ സംസാരിക്കുകയോ ചിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അവൾ ഈ ഒരു കടപ്പ മാത്രമാണ്, ഇനി ജീവിച്ചിരിക്കേണ്ടെന്ന് അവൾ പറയുന്നത്, ചത്താൽ മതിയെന്നാണ് പറയുന്നത് എന്നും പറഞ്ഞ് ശരണ്യയുടെ അമ്മ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അങ്ങനെ അലീന അകത്തേക്ക് കയറിയാണ്. അമ്മ ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യ ചുരുണ്ടോടി കിടക്കുകയാണ്. ശരണ്യക്ക് ആരെയും കാണണ്ട. അലീന ചെന്ന് അടുത്തിരിക്കുന്നുണ്ട്, അവളെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ശരണ്യ ഇങ്ങനെ നിൽക്കുകയാണ്. മോളെ മോളെ എന്നും പറഞ്ഞിട്ട് കുറേ സമാധാനിപ്പിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഇതൊക്കെ അങ്ങ് മാറും, ഒന്നും പറ്റിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കുറേ സമാധാനിപ്പിക്കുന്നുണ്ട് അലീന ശരണ്യയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുകയാണ്. അങ്ങനെ അലീനയാണെങ്കിൽ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ പോലീസ് എങ്ങനെയോ അറിഞ്ഞ് അലീന അവിടെ ചെന്നെന്നും അവിടെ നാട്ടുകാരെല്ലാം വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്നും മണ്ണെണ്ണ ഒഴിച്ച കാര്യവും തീ കൊളുത്താൻ ഒരുക്കിയ കാര്യവും ഒക്കെ പോലീസ് അറിയുന്നുണ്ട്, SI അറിയുന്നുണ്ട്. അങ്ങനെ SI നേരെ അങ്ങോട്ട് വരികയാണ്. അവിടുന്ന് അലീനയും രക്ഷിച്ച് നേരെ കടപ്പാട്ടൂരിലേക്ക് വരികയാണ്. അവിടെ വന്ന് പോലീസ് വണ്ടി നിൽക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഇറങ്ങി വരികയാണ്. ബാലേന്ദ്രൻ ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ വന്നത്? ഇനി ആരെ അറസ്റ്റ് ചെയ്യാനാ? ഇനി വല്ല വാറൻറ്റുമായിട്ട് വന്നതാണോ? എന്താ കാര്യം എന്താ എന്ന് ചോദിക്കുകയാണ്. അത് ഞങ്ങളിപ്പം വന്നത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറയാണ്. ഞങ്ങളുടെ രക്ഷയുടെ കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് ഈ വീട്ടിലെ അലീന എന്ന് പറയുന്ന കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയതും അതിന് ഒരു ദിവസം മൊത്തവും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തത് ഒക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന കാര്യം സാറ് പറയല്ലേ എന്ന് പറയാണ്. ഇത് അങ്ങനെയുള്ളൊരു കാര്യത്തിനല്ല ഞങ്ങൾ വന്നത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ കൊച്ചിൻ്റെ ശരണ്യയുടെ വീട്ടിലേക്ക് അലീന പോയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയണം, അതെ, അവിടെ ആ വീട്ടിലേക്ക് നിങ്ങൾ എന്തുദ്ദേശിച്ച് ആ കുട്ടിയെ പറഞ്ഞു വിട്ടെന്ന് ചോദിക്കുകയാണ്. അത് അവൾക്ക് പോകണമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ പോയതാണെന്ന് ബാലേന്ദ്രൻ പറയാണ്. നിങ്ങൾക്ക് സമ്മതിക്കാൻ എങ്ങനെ തോന്നി? നിങ്ങളുടെ സ്വന്തം മോളാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നോ? ആ ഒരു കോളനിയിലേക്ക് നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് വിട്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്.
അവിടെ ചെന്ന് അലീനെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു നിർത്തി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ഒരുങ്ങിയെന്ന് പറയണം. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഞെട്ടുന്നുണ്ട്. സാർ എന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഇവിടുന്ന് പോയ അലീനെ അവരെല്ലാവരും കൂടെ തീ കൊളുത്തി കൊല്ലാൻ നോക്കിയെന്ന്. തനിക്കാണെങ്കിൽ ഒരു ബോധവും ഇല്ലയോ? ഇത്രയും ക്ഷുഭിതരായിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ആ കൊച്ചിനെ പറഞ്ഞു വിടാൻ ഇയാൾക്ക് എങ്ങനെ തോന്നി എന്ന് ചോദിച്ചുകൊണ്ട് SI ആണെങ്കിൽ ബാലേന്ദ്രൻ അടുത്ത് ചൂടാവുകയാണ്. എന്തായാലും ഭാഗ്യം കൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു, ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇതിലേക്ക് അലീന ഇറങ്ങി വരികയാണ്.